ഇസ്രയേലിന്റെ ഒരു പാഠപുസ്തകമുണ്ട്. അവർ 7ാം ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്ററിനകത്ത് ആദിമകാലത്ത് ഡേവിഡ് ബെൻഗൂറിയോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇസ്രയേൽ പാർലമെന്റിൽ പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും നമ്മളെ എതിർത്തപ്പോൾ, ഇന്ത്യ മഹാരാജ്യത്തിൽ യഹൂദൻ വന്നപ്പോൾ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ മണിപ്പൂർ ആസാം അരുണാചൽ പ്രദേശ് വരെ നടന്നു, ഒരു സ്ഥലത്തും നമ്മളെ അവർ ആക്രമിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ അറിയണം, ഇന്ത്യ നമ്മുടെ പോറ്റമ്മ. മനസ്സിലാകുന്നവർക്കായി മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോ അവിടെ പിള്ളേർക്ക് സിലബസ് കൊടുത്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 77 വർഷമായി. നമ്മുടെ പഴയ 1ാം ക്ലാസ്സിലെ കൂകു തീവണ്ടി, കൂകിപ്പായി തീവണ്ടിയൊക്കെ എവിടെ പോയി? മനസ്സിലാകുന്നവർക്കായി സ്വത്രം. 77 കൊല്ലമായിട്ട് അവൻ വന്ന വഴി ഇതുവരെ മറന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചൈനക്കാർ ഇസ്രയേലിനെ ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരൊറ്റ നമ്മുടെ കൂടെ ചായ കുടിക്കുന്ന ഒരുത്തനും മിണ്ടിയില്ല. ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യം. അതുകൊണ്ട് ഇന്ത്യയിലെ ഗുണമല്ല. നാട്ടുകാർ കേൾക്കട്ടെ. അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, പാസ്റ്റേ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാമിന്റെ തലമുറക്ക് വെള്ളവും കട്ടൻ ചായം കൊടുത്തതിന്റെ അനുഗ്രഹം ഇത് വീഴാതിരിക്കുന്ന സ്വത്രം. 1967 അറബ് ഇസ്രയേൽ വാർ, 6 ദിന യുദ്ധം. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇസ്രയേലിന്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ഈജിപ്തിലെ നാസർ പറഞ്ഞു. 6 രാഷ്ട്രങ്ങൾ അവരെ കൂടുണ്ട്. ജൂൺ മാസമാ. എല്ലാവരും കേൾക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, യുദ്ധത്തിൽ ഇപ്പൊ ഇസ്രയേലിന്റെ ദൈവം കൈവിടത്തില്ല. ഈജിപ്തിന്റെ എയർപോർട്ടിൽ 300 വിമാനമാ, 2.5 ലക്ഷം പട്ടാളക്കാർ. ഇസ്രയേലിനകത്ത് 40,000 പട്ടാളക്കാർ. എയർഫോഴ്സിന്റെ 6 വിമാനം. അവരുടെ കൂട്ടത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവന്റെ ഇസ്രയേലിന്റെ കമാൻഡറുടെ പേര് ഒറ്റക്കണ്ണൻ, മോശിദാൻ. അപ്പൊ അവര് ഈജിപ്തിൽ എന്ന് പറഞ്ഞ് 24 മണിക്കൂറുണ്ട് ഇസ്രയേൽ തകരും. എല്ലാവരും കേൾക്കണം, ഇത് വാഗ്ദത്ത ജനമാ. ഇസ്രയേൽ തകരുമെന്ന് പറഞ്ഞപ്പോൾ 1967 സയോണിസ്റ്റായി മോശിദാൻ മുട്ടുമടക്കി. കമാൻഡർമാരെല്ലാം പറഞ്ഞു, സാറേ, നാളെ രാവിലെ ഇസ്രയേൽ ഭൂമിയിൽ കാണത്തില്ല. അദ്ദേഹം മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ്, അവരുടെ വിമാനം 300 ഉണ്ടെങ്കിലും, അവർക്ക് 2.5 ലക്ഷം പേരുണ്ടെങ്കിലും, അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിനകത്തുണ്ട്. കരമുയർത്തുന്നവർക്കായി അദ്ദേഹം പറഞ്ഞത്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് 30 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ യഹോവയുണ്ടെങ്കിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ കരത്താൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഇന്നത്തെ രാഷ്ട്രീയക്കാരും ഏഷ്യാനെറ്റുകാരനും മനോരമക്കാരും ഇവിടുത്തെ ചാനലുകാരും കാണണം ഇസ്രയേലിന്റെ ചരിത്രം. അന്നൊരു സംഭവം നടന്നു. പ്രാർത്ഥന കേൾക്കുന്നവൻ അമ്മാമേ ദൈവം. 3:30 മണിക്ക് അവൻ എഴുന്നേറ്റ് മുട്ടുമടക്കി. പഴയ ഇസ്രയേലിന്റെ തോറ. അവൻ കഴിഞ്ഞപ്പോൾ 6 പട്ടാളക്കാരെ വിളിച്ചു, കമാൻഡർമാര്. ഇന്ന് സയൻസ് കേട്ടോ, 150 അടിയിൽ ഉയരുമ്പോഴാ ക്യാമറയ്ക്കകത്ത് ഈ വിമാനത്തിന്റെ ഇത് കാണുന്നത്. 6 പേർ 6 വിമാനമായിട്ട് പോയി. അവരോട് മോശിദാൻ പറഞ്ഞു, ഒന്നീ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം, പക്ഷേ വിമാനം തകരാം. പക്ഷെ നിങ്ങളുടെ ജീവൻ പോയാൽ നിങ്ങൾ അറ്റാക്ക് നടത്തണം രാജ്യത്തിന് വേണ്ടി. അവർ തനാക്കൻ തോറബായി, അന്നത്തെ കാലത്ത് ഇസ്രയേലിന്റെ പഴയ നിയമം എടുത്തിട്ട് അവർ 6 പേര് 3:30-4 മണി ഇറാനിൽ പഠിച്ച അതേ സമയമാ. 4 മണിക്ക് 6 വിമാനം. ഈജിപ്തിന്റെ പട്ടാളക്കാരെല്ലാം കിടന്നുറങ്ങുക. വിമാനമെല്ലാം ലാൻഡ് ചെയ്തിരിക്കുക. 6 വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിനകത്ത് ചെന്നു. 300-ൽ പരം വിമാനങ്ങളെ അറ്റാക്ക് ചെയ്തു. അവരെ വ്യോമസേന തകർന്നു. ആ സമയത്ത് ഗോലാൻ കുന്നിൽ 40,000 പട്ടാളക്കാർ നിൽക്കുക. അവരൊറ്റ കയറ്റം കെട്ടി സിറിയയിലോട്ട്. സ്വത്രം. അതുകൂടെ പിടിച്ചടങ്ങി. അറബ് ലീഗിന്റെ നേതാക്കൾ നിലവിളിച്ചു. UN-നോട് പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു.